ദൃശ്യം 3 ഗായ്സ് പടം കണ്ടെടുത്ത് ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഒരു രക്ഷയില്ലാത്ത പടം എന്ന് പറയുമ്പോൾ ദൃശ്യം ഫസ്റ്റ് പോലെയോ സെക്കൻഡ് പോലെയോ ഉള്ളൊരു മൂവിയല്ല. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരുപാട് ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ ക്ലൈമാക്സിനോട് അടുത്ത് നല്ല ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കുറ്റബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ മൈന്യൂട്ടായ ചെറിയ എക്സ്പ്രഷനുകളൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. അതായത് അത് അഭിനയിക്കാൻ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ഉഗ്രൻ പെർഫോമൻസ്. നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവി കാണണം എന്ന ഉദ്ദേശത്തോടു കൂടി പോവുകയാണെങ്കിൽ 100% ഈ മൂവി നിങ്ങൾക്ക് വർത്തായിരിക്കും. പക്ഷേ ഫസ്റ്റ് പോലെയോ അല്ലെങ്കിൽ സെക്കൻഡ് പോലെയോ വലിയ ട്വിസ്റ്റോ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഒരു ട്വിസ്റ്റ്, ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്വിസ്റ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇറ്റ്സ് എ പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവി. ആൻഡ് സിദ്ദീഖിൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഗൈസ്, ലാലേട്ടൻ്റെ നല്ലൊരു അഭിനയ സാധ്യതയുള്ള നല്ല അടിപൊളി ഒരു മൂവിയാണ്. നിങ്ങൾ പോയി കാണുക.